Alhamdulillah Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്ത് ഹൂദിലെ 63-ാമത്തെ സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال يا قوم أرأيتم إن كنت على بينة من ربي وآتاني منه رحمة فمن ينصرني من الله إن عصيته فما تزيدونني غير تخسير. ഖാല അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, അറഅയ്തും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി ഞാൻ എൻ്റെ നാഥനിൽ നിന്നുള്ള ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുകയും വ ആതാനി മിൻഹു അവനിൽ നിന്ന് എനിക്ക് നൽകുകയും റഹ്മത്തൻ ഒരു കാരുണ്യത്തെ. ഫമൻ യൻസുറുനി ആരാണ് എന്നെ സഹായിക്കുക, മിനല്ലാഹി അള്ളാഹുവിൽ നിന്നും, ഇൻ അസ്വൈത്തുഹു ഞാൻ അവന് അനുസരണക്കേട് കാണിച്ചാൽ, ഞാൻ അവനോട് എതിര് കാണിച്ചാൽ പിന്നെ ആരാണ് എന്നെ സഹായിക്കുക. ഫമാ തസീദൂനനി നിങ്ങളാവട്ടെ എനിക്ക് വർദ്ധിപ്പിക്കുകയുമില്ല, ഗൈറ തഖ്സീർ നഷ്ടമല്ലാതെ. ഒന്നുകൂടെ അർത്ഥം പറയാം. ഖാല അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, അറഅയ്തും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി ഞാൻ എൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുകയും വ ആതാനി മിൻഹു റഹ്മത്തൻ അവനിൽ നിന്നുള്ള കാരുണ്യത്തെ എനിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ, ഫമൻ യൻസുറുനി മിനല്ലാഹ് അള്ളാഹുവിൽ നിന്ന് അഥവാ അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് എന്നെ സഹായിക്കുക ആരാണ്, ഇൻ അസ്വൈത്തുഹു ഞാൻ അവനോട് അനുസരണക്കേട് കാണിച്ചാൽ, ഫമാ തസീദൂനനി ഗൈറ തഖ്സീർ നിങ്ങൾ എനിക്ക് നഷ്ടത്തെയല്ലാതെ വർദ്ധിപ്പിക്കുകയുമില്ല. ഇതിന് സമാനമായിട്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി 17-ാമത്തെ സൂക്തത്തിലും അതുപോലെ നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നതായി 28-ാമത്തെ സൂക്തത്തിലും വന്നിട്ടുണ്ട്. 17-ാമത്തെ സൂക്തത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അഫമൻ ഖാന അലാ ബയ്യിനത്തിൻ മിർ റബ്ബിഹി ഒരുവനാകുമോ തൻ്റെ റബ്ബിൽ നിന്നുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന ഒരാളാകുമോ, വയത്ലൂഹു ഷാഹിദും മിൻഹു അവനിൽ നിന്നു തന്നെയുള്ള ഒരു സാക്ഷി അതിനെ പിന്തുടരുന്നുമുണ്ട്. വമിൻ ഖബ്ലിഹി കിതാബു മൂസ ഇമാമൻ വ റഹ്മ മുമ്പ് ഇമാമും റഹ്മത്തുമായിക്കൊണ്ട് നേതൃത്വം നൽകുവാനും കാരുണ്യവുമായിക്കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമക്ക് അവതരിപ്പിച്ച കിതാബുമുണ്ട്. ഉലൈക യുഅ്മിനൂന ബിഹി അക്കൂട്ടരാണ് അതിൽ വിശ്വസിച്ചിട്ടുള്ളത്. വമൻ യക്ഫുർ ബിഹി മിനൽ അഹ്സാബി ഫന്നാറു മൗഇദുഹു സംഘങ്ങളിൽ നിന്ന് ആരാണോ അതിനെ നിഷേധിക്കുന്നത് അവർക്ക് നരകമായിരിക്കും ഭീഷണിപ്പെടുത്തപ്പെട്ടതാക്കിയത് ചെയ്യപ്പെട്ട സ്ഥലം. 17-ാമത്തെ ആയത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് 28-ാമത്തെ ആയത്തിൽ ഖാല നൂഹ് നബി അലൈഹിസ്സലാം പറയുക, ഖാല യാ ഖൗമി അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, അറഅയ്തും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി ഞാൻ എൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുകയും വാതാനി റഹ്മത്തൻ മിൻ ഇൻദിഹി അവനിൽ നിന്നുള്ള കാരുണ്യത്തെ അവൻ എനിക്ക് നൽകുകയും
ചെയ്തിരിക്കുന്ന സന്ദർഭത്തിൽ ഫഉമ്മിയത് അലൈക്കും നിങ്ങൾക്കതൊക്കെ അന്ധമായി കാണാത്തതായി മാറുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അനുൽസിമുകുമൂഹ എനിക്ക് നിങ്ങളെ നിർബന്ധിക്കാൻ കഴിയുമോ, നമുക്ക് നിങ്ങളെ നിർബന്ധിക്കാൻ കഴിയുമോ, വഅൻതും ലഹാ കാരിഹൂൻ നിങ്ങൾ അതിനെ വെറുക്കുന്നവരാണെങ്കിൽ. ഇവിടെയും സമാനമായി തന്നെ സ്വാലിഹ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറയണം, എൻ്റെ ജനങ്ങളെ നിങ്ങൾ എന്നെ വിമർശിക്കുകയാണ്, നിങ്ങൾ എന്നെ ആക്ഷേപിക്കുകയാണ്, നിങ്ങൾ എന്നെ ഉപദ്രവിക്കുകയാണ്, നിങ്ങൾ എന്നെ തള്ളിക്കളയുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്നു. അഥവാ എനിക്ക് അവൻ വഹയി നൽകിയിട്ടുണ്ട്. അവൻ എനിക്ക് നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ സമീപിക്കുന്നതാണ്. എനിക്കും അല ബയ്യിനത്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. വാത്താനി മിൻഹു റഹ്മത്തൻ അതോടൊപ്പം അവൻ എനിക്ക് ഒരുപാട് കാരുണ്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. പ്രവാചകത്വം നൽകുക എന്നുള്ളതൊരു കാരുണ്യമാണ്. അതിൻ്റെ കൂടെ അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകുമെന്നുറപ്പുള്ള ഒരു ദൃഷ്ടാന്തം, അത്ഭുതകരമായ ദൃഷ്ടാന്തം അതിനെക്കുറിച്ച് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി വ ആതാനി മിൻഹു റഹ്മത്തൻ അവൻ എനിക്ക് കരുണ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഇനി അവനോട് എതിര് ചെയ്താൽ, അവൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ഞാൻ ഒരു നിലപാട് എടുത്താൽ, അഥവാ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തരേണ്ട അള്ളാഹുവിൻ്റെ ദൗത്യത്തിൽ ഞാൻ വെള്ളം ചേർക്കുകയോ അത് മറച്ചു വെക്കുകയോ അത് നിങ്ങളുടെ താല്പര്യപ്രകാരം വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുകയോ വിശദീകരിക്കുകയോ ഒക്കെ ചെയ്താൽ ഫമൻ യൻസുറുനി ആരാണ് എന്നെ സഹായിക്കുക, മിനല്ലാഹ് അള്ളാഹുവിൽ നിന്ന്, ഇൻ അസ്വൈതുഹു ഇസ്യാൻ ചെയ്യുക. ആസി എന്ന കുറ്റവാളി എന്നാണല്ലോ, അസ എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് കാണിക്കുക എന്നാണ്. ഇൻ അസ്വൈതുഹു ഞാൻ അവനോട് അനുസരണക്കേട് കാണിച്ചാൽ ആരാണ് ആ നാഥനിൽ നിന്ന് എന്നെ രക്ഷിക്കുക? എനിക്കവൻ വഹയ്യ് തന്നിരിക്കുക, എന്നോട് അവൻ ഒരുപാട് കരുണ ചെയ്തിരിക്കുക, ഇതൊക്കെ ഞാൻ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക. എന്നിട്ട് അവൻ തന്ന നിർദ്ദേശത്തിന് വിരുദ്ധമായ നിലപാട്, അത് നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന്, എൻ്റെ പ്രയാസം ലഘൂകരിക്കുന്നതിന്, അങ്ങനെയൊക്കെയുള്ള നിലപാട് ഞാൻ സ്വീകരിച്ചാൽ അവൻ്റെ പിടുത്തത്തിൽ നിന്ന്, അവൻ്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ പിന്നെ ആരാണ് ഉണ്ടാവുക? നിങ്ങളാകട്ടെ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഫമാ തസീദൂന നീ നിങ്ങൾ എനിക്ക് വർദ്ധിപ്പിക്കുകയില്ല. സാദ യസീദു എന്ന വർദ്ധിക്കുക എന്നാണല്ലോ. ഗൈറ തഖ്സീർ നഷ്ടമല്ലാതെ. നിങ്ങളുടെ നിലപാടിനനുസരിച്ച് ഞാൻ മാറിയാൽ അതെനിക്ക് നഷ്ടമായിരിക്കും. ഇവിടെ ഞാൻ അള്ളാഹുവിനോട് എതിര് നിന്നാൽ, അള്ളാഹുവിനെ ധിക്കരിച്ചാൽ, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചാൽ എന്നെ രക്ഷപ്പെടുത്താൻ പിന്നെ ആരും ഉണ്ടാകൂല. രണ്ടായാൽ ഞാൻ അള്ളാഹുവിനോട് എതിര് കാണിച്ചുകൊണ്ട് നിങ്ങളുടെ പക്ഷത്ത് നിന്നാൽ എനിക്ക് നഷ്ടമല്ലാതെ ഒരു ലാഭം ഒരു ഗുണം ഉണ്ടാവില്ല. അവിടെ എനിക്ക് ഗുണവും ദോഷവും വരുത്തുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിന് എതിര് നിൽക്കുകയില്ല. നിങ്ങളൊക്കെ എനിക്ക് എതിരായിരുന്നാലും ശരി, ഞാൻ അള്ളാഹുവിൻ്റെ പക്ഷത്ത് നിലകൊള്ളും എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയാം. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഖാല അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, അറഅയ്തും റഅന കാണുക എന്നാണ് വാക്കിനർത്ഥം സാധാരണ പറയുക. ഇവിടെ കാണുക എന്നാൽ എന്താണ്? ഉൾക്കണ്ണുകൊണ്ട് കാണുക, ചിന്തിക്കുക എന്നാണ്. അറഅയ്തും നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി ഞാൻ എൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുകയാണെങ്കിൽ, വാത്താനി മിൻഹു റഹ്മത്തൻ ആത്താന നൽകി, വാത്താനി എനിക്ക് നൽകി, മിൻഹു അവനിൽ നിന്ന് റഹ്മത്തൻ കാരുണ്യത്തെ, ഫമൻ യൻസുറുനി ആരുണ്ടാകും എന്നെ സഹായിക്കുവാൻ, മിനല്ലാഹി അവനിൽ നിന്ന്, ഇൻ അസ്വൈതുഹു ഞാൻ അവനോട് അനുസരണക്കേട് കാണിച്ചാൽ പിന്നെ ആരാണ് എന്നെ സഹായിക്കുക? അള്ളാഹുവിനോട് എതിര് നിന്നിട്ട് അള്ളാഹു പിടികൂടാൻ തീരുമാനിച്ചാൽ പിന്നെ എന്നെ ആര് സഹായിക്കും? ഫമാ തസീദൂനനി നിങ്ങൾ എനിക്ക് വർദ്ധിപ്പിക്കുകയുമില്ല. ഗൈറ തഖ്സീർ ഖുസ്റാൻ എന്നുള്ളത് അതേ വാക്ക് തന്നെയാണ്. തഖ്സീർ നഷ്ടം, നാശം എന്നൊക്കെയാണ്.
നിങ്ങൾ എനിക്ക് നഷ്ടമല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് നാശമല്ലാതെ വർദ്ധിപ്പിക്കുകയുമില്ല. അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾക്ക് ഞാൻ എതിര് നിന്നാൽ, അവൻ്റെ നിർദ്ദേശങ്ങൾക്ക് എതിര് നിന്നാൽ അവനിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുമുണ്ടാവുകയില്ല. പിന്നെ നിങ്ങളാണുള്ളത്. നിങ്ങൾ ഈ നിലപാട് തുടരുന്നിടത്തോളം കാലം നിങ്ങൾ എനിക്ക് നഷ്ടം വരുത്തി വെക്കുകയല്ലാതെ, നിങ്ങൾ എനിക്ക് നാശം വരുത്തി വെക്കുകയല്ലാതെ ഒരു ഗുണവും നിങ്ങളെ കൊണ്ട് ചെയ്യാനും സാധ്യമല്ല എന്നാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ ഉണർത്തിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കൂടുതൽ പഠിക്കുവാൻ, അള്ളാഹു ഉദ്ദേശിച്ചത് പ്രകാരം അത് മനസ്സിലാക്കുവാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا من القرآن ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته آناء الليل وأطراف النهار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.